കേരള ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 2 ആഴ്ചയായി തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ മുഖം നോക്കി ഇന്റേണൽ മാർക്ക് നൽകുന്ന സമീപനം അവസാനിപ്പിക്കുക, കോളേജിൽ ക്ലാസ് മുറി ഒഴികെയുള്ള സ്ഥലങ്ങളിലെ CCTV ക്യാമറകൾ നീക്കം ചെയ്യുക തുടങ്ങിയ നിരവധി പരാതികളാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. ലോ അക്കാദമി വിഷയം പരിഗണിച്ച കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പരാതി പരിശോധിക്കാൻ 8-അംഗ ഉപസമിതി രൂപീകരിച്ചു. ഈ മാസം 23-24 തീയതികളിൽ ഉപസമിതി ലോ അക്കാദമിയിലെത്തി പരാതിക്കാരുടെയും മാനേജ്മെന്റിന്റെയും ഭാഗം കേൾക്കും. 28-ന് ചേരുന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഉപസമിതിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യും. അതേസമയം വിദ്യാർത്ഥി സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. ലോ അക്കാദമി വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ ഓരോന്നായി പരിശോധിച്ച് പരിഹരിക്കണമെന്നും കോടിയേരി നിർദ്ദേശിച്ചു. ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണം. അവിടെയും ഇത് സംബന്ധിച്ചിട്ടുള്ള ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ ഓരോന്നായി പരിശോധിച്ച് അവിടുത്തെ കോളേജിലെ പഠനം തുടർന്ന് നടത്താനാവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. രാവിലെ ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ലോ അക്കാദമിക്കെതിരെയുള്ള പരാതി അജണ്ടയിലെ ആദ്യ വിഷയമായി എടുക്കണമെന്നാവശ്യപ്പെട്ട് ബഹളമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.